മാരേജ് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. മാരേജ് കഴിഞ്ഞ് പഠിക്കാൻ പറ്റത്തില്ല, കുറെ ബുദ്ധിമുട്ട് വരും, സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, വിചാരിക്കുന്ന പോലെ അല്ല ലൈഫ്, അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച എൻ്റെ അമ്മയോട് പറഞ്ഞ അമ്മയുടെ എക്സ്പ്രഷൻ എങ്ങനെ ആയിരിക്കും എന്ന് നേരിട്ട് കാണണമെന്നായിരുന്നു. അത് നേരിട്ട് തന്നെ ഞങ്ങൾ പോയി അറിയിച്ച്. അത് ഇമോഷണൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. എന്നാലും ഏറ്റവും വലിയ ഒരു മറക്കാനാവാത്തൊരു മൊമെൻ്റ് ആയിരുന്നു അതൊന്ന്. പഠിക്കണം, എപ്പോഴും പഠിക്കണം, ജോലിയിൽ എത്തണം എന്ന് ഏറ്റവും വലിയ ഡ്രീം, അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതെനിക്ക് എന്തായാലും സാധിച്ചു കൊടുക്കാൻ പറ്റും. പൊരുതി നേടിയ ഒരമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം, സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു സക്സസ് സ്റ്റോറി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോട് കൂടിയുള്ളത് CSEB ജൂനിയർ ക്ലർക്ക് പരീക്ഷയിൽ 3ാം റാങ്ക് നേടിയ ഐശ്വര്യയാണ്. ഐശ്വര്യയെ പരിചയപ്പെടാം. ഐശ്വര്യയുടെ ഈ സക്സസ് സ്റ്റോറി എങ്ങനെയാണ് പുള്ളിക്കാരത്തി ഫസ്റ്റ് ഡേ മുതൽ ഇന്ന് അഡ്വൈസ് കിട്ടി നിൽക്കുന്ന അവസരം വരെ എത്തിപ്പെട്ടത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികൾക്കും ഭയങ്കര പ്രചോദനമായിരിക്കും. ഒരു കാര്യം മുന്നോട്ട് പറഞ്ഞുകൊള്ളട്ടെ, ഐശ്വര്യ ഉടനെ തന്നെ ഒരു അമ്മയാകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 7th മന്ത് പ്രഗ്നൻ്റ് ആണല്ലേ. നമ്മളെ ഈ ഒരു ജേണി എനിക്ക് മെയിനായിട്ട് അറിയേണ്ടത്, ഇപ്പം ഫസ്റ്റ് ഡേ മുതൽ ഇപ്പോൾ ഈ അഡ്വൈസ് കിട്ടുന്ന സമയം വരെയുള്ള ഈ ഒരു ജേണി. സാധാരണ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഈ 10th +2 ഒക്കെ ഫുൾ A+ ഒക്കെ വാങ്ങി പഠിച്ച് വന്നപ്പോഴത്തേക്ക് എന്തായാലും ഒരു ജോലി ഏൺ ചെയ്യണമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എയിമായിരുന്നു. അത് ഫാമിലിക്കായാലും ഏറ്റവും വലിയ ആഗ്രഹം. അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. +2 കഴിഞ്ഞ് നോർമലി കൊമേഴ്സ് എടുത്തു. അത് കഴിഞ്ഞ് ഈ കോപ്പറേറ്റീവ് ഫീൽഡിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോഴത്തേക്ക് BCom കോപ്പറേഷൻ സെലക്റ്റീവായിട്ട് എടുത്ത് ആ ഒരു ഫീൽഡിലോട്ട് വന്നത്. അതായത് ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തത് അല്ലേ? അപ്പം പലരും എനിക്ക് തോന്നുന്നു CSEB എന്ന് പറയുന്നതിൽ അവസരങ്ങൾ കൂടുതലുണ്ടെന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ കോപ്പറേഷൻ എലക്റ്റീവായിട്ട് എടുക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ വിജയത്തിന്റെ ആ ഒരു ശതമാനം കുറച്ച് കൂടുതലാണ് അല്ലേ? ഐശ്വര്യ പോലെയുള്ള കാൻഡിഡേറ്റ്സ് കുറെ കൂടി പഠിച്ചിട്ടായിരിക്കും ഓൾറെഡി വരുന്നത് അല്ലേ? അപ്പം ഈ കോപ്പറേഷൻ നേരത്തെ കൂട്ടി പഠിച്ചത് നമ്മൾ എന്തോരം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും? ആ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് സബ്ജക്റ്റ് എനിക്ക് ഓക്കെ ആയിരുന്നു. ബാക്കി ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിറങ്ങിയ സമയം പിന്നെ എനിക്കൊരു 1 ഇയർ ഗ്യാപ്പേ വന്നിട്ടുള്ളൂ. അതിന് കഴിഞ്ഞാണ് ബാങ്ക് കോച്ചിങ്ങിലോട്ട് വന്നത്. അപ്പോൾ ആ ഒരു 1 ഇയറിൽ സബ്ജക്റ്റ് കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, GK അത് കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആക്കിയപ്പോഴത്തേക്ക് കുറച്ച് പെട്ടെന്ന് തന്നെ റാങ്കിലോട്ട് എത്താൻ പറ്റും. ഈ ഒരു സ്റ്റഡി ടേം എന്ന് പറയുന്നത്, അതായത് എത്ര മാസത്തിൻ്റെ പഠനമാണ്? അല്ലെങ്കിൽ പഠനമെന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഇതൊരു കഷ്ടപ്പാട് തന്നെയാണല്ലേ? ഡെഫിനറ്റ്ലി ഉറക്കം ഒഴിഞ്ഞിരിക്കുന്ന രാത്രികൾ, അതും പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് ഈ പ്രഗ്നൻസിയിലോട്ട് കൂടി നടക്കുന്ന ഈ ഒരു സമയത്ത് ഡെഫിനറ്റ്ലി പറയും പോയി കിടന്ന് ഉറങ്ങിക്കൂടെ, പഠിച്ച് എത്ര നേരം ഇരിക്കണമെന്ന്. അപ്പം ഇത് ഞാൻ എൻ്റെ ഗസ്റ്റിൽ നിന്ന് പറഞ്ഞാണ് കേട്ടോ. ഒരിക്കലും ഞാൻ ഐശ്വര്യയോട് ചോദിച്ചിട്ടല്ല ഇത് പറയുന്നത്. എനിക്ക് ആ ഒരു ജേർണി, അതായത് ഈ ഒരു സമയം കൂടി ആയതുകൊണ്ട് നമ്മളുടെ ശരീരത്തിന് റെസ്റ്റ് വേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ മൈൻഡ് കൊണ്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് ഈ സമയത്ത് പലരും വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആണ്, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം, അല്ലെങ്കിൽ ഇതൊരു ഗ്യാപ്പായിട്ട് എടുക്കാം. അങ്ങനെ ഒരു അതായത് ഒരു സ്ത്രീയെ കൊണ്ട് സാധിക്കാത്തതായിട്ടൊന്നുമില്ല എന്ന് പല വ്യക്തികളും തെളിയിച്ചിട്ടുണ്ട്. അതുപോലൊരു വെരി ഗുഡ് എക്സാമ്പിളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഈവൻ ഐശ്വര്യയുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഈ ഒരു മൊമെൻറ്റിൽ പോലും ഐശ്വര്യ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ച ഈ ഒരു സമയം, അത് ഒരിക്കലും ആരും നിരസ്കരിച്ചു കൂടാത്തൊരു സംഭവമാണ്. അത് ഭയങ്കരമായിട്ട് റിമാർക്കബിൾ ആയിട്ടുള്ളൊരു തിങ് കൂടിയാണ്. മോളെ ആ ഒരു ജേണി, അതായത് ഡെഫിനറ്റ്ലി മോളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. മോൾ മാറി നിൽക്കേണ്ടതായിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ് ഇതിൻ്റെ ഇടയിൽ വന്നിരിക്കണം. എന്തായിരുന്നു മോളുടെ മുന്നോട്ടുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ പ്രതികൂല സാഹചര്യങ്ങളെന്നൊന്ന് പറയാമോ? ഞാൻ ബാങ്ക് കോച്ചിങ് ഈ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് മാരേജ് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ നല്ല പഠിക്കണതായിരുന്നു, ഇപ്പോൾ പഠിക്കാൻ പോയാൽ അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞ് പഠിക്കാൻ പറ്റത്തില്ല, കുറേ ബുദ്ധിമുട്ട് വരും, സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, വിചാരിക്കുന്ന പോലെ അല്ല ലൈഫ് ആയിരിക്കണം, അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. ഹസ്ബൻഡിൻ്റെ ഫാമിലിയും
നല്ല രീതിയിലാണ് സപ്പോർട്ട് ചെയ്തത്. മാരേജ് കഴിഞ്ഞ് 1 month കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ ബാങ്ക് കോച്ചിങ്ങിനായിട്ട് 6 month കോഴ്സായിരുന്നു. കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് എഴുതിയ എക്സാം തന്നെയാണ് ഇത് ലിസ്റ്റിൽ വരാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. ഫസ്റ്റ് എക്സാം കേട്ടോണം, ഫസ്റ്റ് എക്സാമിൽ ലിസ്റ്റിൽ വന്ന കുട്ടിയാണ്. ഓക്കെ, അപ്പോഴത്തേക്ക് കൂടുതലും ഫാമിലിയാണ്, ഹസ്ബൻഡ് ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ. അവരാണ് പിന്നീട് ബാങ്ക് കോച്ചിങ്ങിനായിട്ട് അയച്ച് പഠിപ്പിച്ച് ഈ ഒരു ലെവൽ വരെ എത്താനായിട്ട് സപ്പോർട്ട് ചെയ്തത്. ഇപ്പോഴായാലും അറിയാം എൻ്റെ കൂടെ ഈ ഒരു നിമിഷം ഇത്രയും സമയം ഇവിടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. തന്നെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ച് ഐശ്വര്യയോട് സംസാരിക്കുമ്പോഴത്തേക്കും കറക്റ്റ് സമയത്തിന് വെള്ളം കുടിച്ചോ എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കെയർ എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്നത് പോലെ ഐശ്വര്യയുടെ ഈ ഒരു വിജയത്തിന്റെ പിന്നിലെ സക്സസ് എന്ന് പറയുന്നത് ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് തന്നെയാണ്. ഫുൾ ക്രെഡിറ്റ് ഹസ്ബൻഡ് തന്നെയാണ്. പിന്നെ ഫാമിലി അതുപോലെ സപ്പോർട്ടീവ് ആണ്. 3 month പ്രഗ്നന്റ് ആയിരുന്ന ടൈമിലായിരുന്നു എക്സാം എഴുതാൻ പോയത്. നല്ല ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. പക്ഷെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിട്ട് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. എക്സാം നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോഴേ റാങ്ക് ലിസ്റ്റ് വരുമെന്ന് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അടുത്ത് തന്നെ കിട്ടിയപ്പോൾ വളരെ സന്തോഷം. ഓക്കെ, അടിപൊളി. അപ്പം മക്കളെ, നിങ്ങളിതൊരു കാര്യമാണ്. ഇപ്പം പലപ്പോഴും നമ്മൾ പല സ്റ്റോറീസും കണ്ടിട്ടുണ്ട്. ഓരോ വീടുകളിൽ അമ്മായിയമ്മ പോരും ബഹളവും അങ്ങനത്തെ പ്രശ്നങ്ങളും, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പം തന്നെ പെൺകുട്ടികൾ കേൾക്കേണ്ടി വരും. നീ ഇങ്ങനെ പോകുന്നിടത്തുള്ള സാഹചര്യം ആയിരിക്കില്ല, നീ ജീവിക്കാൻ പോകുന്നത് അങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കും. പക്ഷേ അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും തന്നൊരു സപ്പോർട്ടിൽ ഒരുപക്ഷെ മോൾക്ക് ഇന്ന് ഈ ഒരു 3ാം റാങ്ക് എന്ന് പറയുന്ന സ്വപ്നത്തിൽ എത്തിപ്പെടാനും ഒരുപാട് പേർക്ക് ഇതൊരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. മക്കളെ, നമ്മുടെ ഒരു ഫാമിലിയുടെ ഒരു ചെറിയൊരു പിന്തുണ നമുക്കുണ്ടെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഹൈറ്റ്സ് ഡെഫിനറ്റ്ലി വലുത് തന്നെയാണ് അല്ലേ? മോളെ, നമ്മൾ ഈ ഒരു റാങ്ക് കിട്ടിയെന്ന് അറിഞ്ഞില്ലേ? ആ കിട്ടിയെന്ന് അറിയുമ്പോഴത്തേക്കും ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു സ്പെഷ്യൽ പേഴ്സൺ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. ആരോടാണ് ഈ സന്തോഷം പങ്കുവെക്കണമെന്ന് ഏറ്റവും ആഗ്രഹിച്ചതും അതുപോലെ തന്നെ ആരോടാണ് പറഞ്ഞത്? ഹസ്ബൻഡിനോട് തന്നെയാണ് ആദ്യം വിളിച്ച് ഷെയർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് എൻ്റെ അമ്മയോട് പറഞ്ഞ അമ്മയുടെ എക്സ്പ്രഷൻ എങ്ങനെ ആയിരിക്കും എന്ന് നേരിട്ട് കാണണമെന്നായിരുന്നു. അത് നേരിട്ട് തന്നെ ഞങ്ങൾ പോയി അറിയിച്ച്. ഇമോഷണൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. എന്നാലും ഏറ്റവും വലിയ ഒരു മറക്കാനാവാത്തൊരു മൊമെന്റ് ആയിരുന്നു അതെന്ന് പറയാം. അമ്മയുടെ മുമ്പില്, കാരണം അറിയാം നമുക്ക് ഈ ഒരു 10-23 കൊല്ലമെങ്കിലും നമ്മളെ കൊണ്ട് നടന്ന് പഠിപ്പിച്ച് അല്ലെ ഓരോ സാഹചര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നത്. ആ അമ്മയുടെ ഒരു എക്സ്പ്രഷൻ കാണുക, അല്ലെങ്കിൽ ഞാൻ അച്ചീവ് ചെയ്തു അമ്മ എന്ന് പോയി ഒന്ന് പറയുമ്പോഴല്ലേ അമ്മയുടെ ആ ഒരു മനോഭാവം എന്തായിരുന്നു? അമ്മയ്ക്ക് ഞാൻ കല്യാണം കഴിഞ്ഞെങ്കിലും പഠിക്കണം, എപ്പോഴും പഠിക്കണം, ജോലിയിൽ എത്തണമെന്ന് ഏറ്റവും വലിയ ഡ്രീം, അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതെനിക്ക് എന്തായാലും സാധിച്ചു കൊടുക്കാൻ പറ്റും. നമുക്കൊരു കാര്യം അറിയാം, എന്തുകൊണ്ടാണ് ഓരോ അമ്മമാരും അങ്ങനെ ആഗ്രഹിക്കുന്നതെന്ന്. കാരണം അവരുടെ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാലും അവർ സെക്യൂർ ആയിട്ട് ഇരിക്കണമെന്നുള്ള അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹവും കൂടിയാണത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് അത് നിലനിന്നതും എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ? ഈ പഠനത്തിലൂടെ 3ാമത്തെ റാങ്കിൽ എത്തിപ്പെട്ടു അല്ലേ? അപ്പം ഈ ഒരു സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരുപാട് നമ്മുടെ CCBയുടെ ആസ്പിറൻസ്, പുതുതായിട്ട് പഠിക്കുന്ന കുട്ടികൾ, ഇതിപ്പോൾ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് ഡെഫിനറ്റ്ലി ഒരു മോട്ടിവേഷൻ ആയിരിക്കും. എങ്ങനെയാണ് മോള് ഈ ഒരു റാങ്കിലേക്കുള്ള ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ മോൾ ഉപയോഗിച്ച ടെക്നിക്സ്, പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച സ്പെഷ്യൽ ടെക്നിക്സ് എന്താണ് നമ്മുടെ സഹകാരിയുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? എന്താണ്? പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ PYQ ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. PYQ ഡെയിലി ഒരു 4 സെറ്റെങ്കിലും 4 കോഡെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ അത്ര നമ്മൾ എവിടെയാണ് വീക്ക് എന്ന് നമുക്ക് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് PYQ തന്നെ ചെയ്ത് എക്സാമിൻ്റെ തലേ ദിവസം ആയാലും ആ ഒരു ടൈം എനിക്ക് കൂടുതൽ റിവിഷൻ ചെയ്യുന്നതിനേക്കാളും എനിക്ക് പറ്റിയ കൺവീനിയൻ്റ് ആയിട്ട് ഇപ്പോൾ തോന്നിയത് PYQ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ PYQ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ നല്ല പരിചയമായി. ആ ഒരു ടൈം ആ ഒരു PYQ ഹെൽപ്പ് ചെയ്ത്. പിന്നെ സഹകാരിയിലുള്ള ഡെയിലി എക്സാംസ്, വീക്കിലി എക്സാംസ്, ഇതിനൊക്കെ ആദ്യത്തെ ഒരു 10 റാങ്കിനുള്ളിൽ എപ്പോഴും വരാനായിട്ട് ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് എന്നെ ഇവിടെ എത്തിച്ചത്. മക്കളെ, ഓരോരുത്തർക്കും ഓരോ സ്റ്റഡി സ്ട്രാറ്റജിയാണ്, ഓരോ സ്റ്റഡി പ്രിൻസിപ്പിൾസ് ആണ്. പലർക്കും റിപ്പീറ്റഡ് റിവിഷൻസ് ചെയ്യുമ്പോഴാണ്, പലർക്കും പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി വീണ്ടും വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ്, ചിലർക്ക് കേട്ട് മനസ്സിലാക്കുമ്പോഴാണ്. ഐശ്വര്യയെ സംബന്ധിച്ചിടത്തോളം PYQ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുന്നതായിരുന്നു ഐശ്വര്യയുടെ സക്സസ് സ്റ്റോറിയിലേക്കുള്ള വിജയം. പൊരുതി നേടിയ ഒരമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം എല്ലാ ഭാവുകങ്ങളും മോൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മോൾ വരുന്ന സമയത്ത് നല്ലൊരു സന്തോഷത്തിലേക്ക്, നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിലേക്ക് കുഞ്ഞ് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം സഹകാരിയുടെ എല്ലാവിധ ആശംസകളും, ലൈഫ് നന്നായിട്ട് വരട്ടെ. കൺഗ്രാജുലേഷൻസ്. ഓക്കെ.